ഹലോ ഗേസ്, ആജ് വർക്ക് തമ്പിയണ്ണൻ കാ ഹെ. സോറി, ഹിന്ദി ആയിപ്പോയി. തമ്പിയണ്ണൻ്റെ വർക്കായിരുന്നു. ഇന്ന് ഫുൾ ഡേ വർക്കുണ്ടെന്ന് തമ്പിയണ്ണൻ പറഞ്ഞു. രാവിലെ തന്നെ സൈറ്റിലെത്തി. രാവിലെ കാപ്പി കൊടുക്കാനുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഫോൺ കൊടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞെത്തിയത്. നേരെ എത്തി, സാധനങ്ങളെല്ലാം വന്നു, സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ആളെല്ലാം വന്നിരുന്നു. രാവിലെ 200 പേർക്കായിരുന്നു ഫുഡ് പറഞ്ഞത്. എല്ലാം ഒരു ഠമാർ പടാറായിരുന്നു. ആൾ വരുന്നതും പോകുന്നതും ഒന്നും പറഞ്ഞില്ല. ഇലയിടുന്ന ഫുഡ് കൊടുക്കുന്നു, വിളമ്പുന്നു, ഇലയിടുന്ന ഫുഡ് കൊടുക്കുന്നു, വിളമ്പുന്നു എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. 9 മണിയായപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞു. പിന്നെ പൊറോട്ടയും അപ്പവും എല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ഉച്ചയ്ക്കത്തുള്ള ചിക്കനും കൊണ്ടുവന്നായിരുന്നു. ആ ചിക്കനും ഇട്ട് രാവിലത്തെ കാപ്പിയും കൊടുത്തു. അതിനുശേഷം വന്നവർക്കെല്ലാം ബിരിയാണിയാണ് കൊടുത്തത്. ടേബിളെല്ലാം പിന്നീട് അങ്ങ് പെട്ടെന്ന് ചിലവരെ അറേഞ്ച് ചെയ്തിട്ട് ബിരിയാണി കൊടുത്തു. ആൾ കഴിഞ്ഞ സമയം നോക്കി എൻ്റെ വണ്ടി പഞ്ചറായിരുന്നു രാവിലെ വന്നത്. ഞാൻ പോയി പഞ്ചറെല്ലാം ഒട്ടിച്ച് തിരിച്ച് നേരെ 12 മണിക്ക് തന്നെ നേരെ തിരിച്ചെത്തി. അപ്പോഴൊന്നും ആൾ വന്നിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആളെത്തി. പിന്നെ അവർക്കും ഫുഡ് കൊടുത്ത് വെയിറ്റ് ചെയ്തിരുന്നു അടുത്ത ആളിന് വേണ്ടിയിട്ട്. ഇതിനിടയിൽ ശരീരം തണുപ്പിക്കാൻ വേണ്ടി കാർത്തിക് എൻ്റെ 3ാമത്തെ ഐസ്ക്രീം കുടിക്കുന്നുണ്ടായിരുന്നു. ആൾ നല്ലപോലെ വരുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ നല്ല ആളുണ്ടായിരുന്നു. രാവിലെയും കഴിക്കാനുണ്ടായിരുന്നു, ഉച്ചയ്ക്കും കഴിക്കാനുണ്ടായിരുന്നു. ഒരു കട്ടൻ ചായ ആഗ്രഹിച്ചപ്പോൾ അപ്പോൾ തന്നെ കട്ടൻ ചായ വന്നു. അപ്പോൾ പിന്നെ കട്ടൻ ചായ നേരെ ഞാൻ കുടിച്ചു. കട്ടൻ ചായ കുടിച്ച് റിലാക്സ് ചെയ്ത സമയത്ത് അടുത്ത ഫുഡും വന്നു. പിന്നെ ഫുഡ് ഇറക്കി ലോഡ് എല്ലാം ഇറക്കി നേരെ സെറ്റ് ചെയ്ത് അടുത്ത് വെച്ചു. രാവിലെ 7 തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി പറഞ്ഞിരുന്നത്. ആളൊന്ന് കുറഞ്ഞപ്പോൾ 3ാമത്തെ കട്ടനും വന്നു. പിന്നെ 3ാമത്തെ കട്ടനും കുടിച്ചു. പിന്നെ പലർക്കും വിശക്കുന്നുണ്ടായിരുന്നു, നല്ലപോലെ പണിയെടുത്തതല്ലേ. പിന്നെ ഓരോരുത്തരായിട്ട് ഇരിക്കാൻ തുടങ്ങി. ആദ്യം കിച്ചു ഇരുന്ന് കഴിച്ചു. അതിനുശേഷം ഞാനും കണ്ണേണ്ണമാണ് ഇരുന്നത്. സാലാഡ് തീർന്ന് അറിഞ്ഞപ്പോൾ കണ്ണേണ്ണ സ്വന്തമായിട്ട് സലാഡായിട്ടിരുന്ന് ഉണ്ടാക്കി. പിന്നെ ഞാനും തമ്പി എണ്ണും കണ്ണനും കൂടെ ഇരുന്ന് ഫുഡും കഴിച്ചു. ആ സമയത്തൊക്കെ ആൾ നല്ല കുറവുണ്ടായിരുന്നു. വർക്കിനിടയിൽ വീണ്ടും കാർത്തികിനെ കാണാതായി. തിരിഞ്ഞു നോക്കിയപ്പോൾ കാർത്തിക് ഇരുന്ന് അവൻ്റെ 5ാമത്തെ ഐസ്ക്രീം, ദേഹം തണുപ്പിക്കാനെന്നാണ് പറഞ്ഞത്, അവൻ്റെ 5ാമത്തെ ഐസ്ക്രീം അടിക്കുകയായിരുന്നു അവിടെ ഇരുന്നു. പിന്നെ അധികം ആളൊന്നും ഇല്ലായിരുന്നു, 1-2 പേര് വെച്ച് വന്നത്. എല്ലാവർക്കും ടയേർഡായി. കുറച്ച് പേരിരുന്ന് ഉറങ്ങാനുള്ള ശ്രമത്തിലുണ്ടായിരുന്നു. ഇതിനിടയിൽ ഐസ്ക്രീം കുടിച്ചതിൻ്റെ ഒരു ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. കാർത്തിക് ഇരുന്ന് അറിയാതെ ഉറങ്ങുന്നുണ്ടായിരുന്നു, ചുവരിലേക്ക് ചാരി. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ ടൈം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയുള്ള തപ്പുണ്ടായിരുന്നു. ബാക്കി വന്ന സാധനങ്ങളെല്ലാം ഒതുക്കിയിട്ട് സാധനം ജഗ്ഗും കാര്യങ്ങളെല്ലാം ചാക്കിനുള്ളിൽ കയറ്റി. എന്നിട്ട് നേരെ കണ്ണാണം പോയി പൈസയും മേടിച്ചു. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.